ഹായ് നമസ്കാരം. നമ്മുടേതായ ഇന്ത്യ, നമുക്കറിയാം, ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന വിശേഷണം കൈക്കൊള്ളുന്നവരാണ്. ഒരുപാട് ജാതികളും മതങ്ങളും അതിലുപരി ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നവരുമായ ഒരു കൂട്ടം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരിടം, ലോകത്തിലെ ഒരു രാജ്യം, അതാണ് നമ്മുടെ സുന്ദരമായ ഇന്ത്യ. പക്ഷേ ഈ അടുത്ത് കാണുന്ന കുറേ അസഹിഷ്ണുതയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രകാലം പരിപാലിച്ചു പോന്നിരുന്ന അല്ലെങ്കിൽ അഭിമാനിച്ചു കൊണ്ടിരുന്ന നമ്മുടെ സഹിഷ്ണുതയുടെയും സഹോദരത്തിൻ്റെയും മത സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞോ, അതിനൊക്കെ വിലങ്ങ് തടി വരുന്നോ, അതിനൊക്കെ വിലങ്ങുകൾ അണിയിക്കാൻ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കൊക്കെ ജനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈദ്ഗാഹുകൾ, ഇപ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ആഘോഷങ്ങളാണ്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഏത് ആഘോഷത്തിലും അവന് നിസ്കാരം നിർബന്ധമായിരിക്കും. അപ്പോൾ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് അതിന് നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ പുറത്തെവിടെയും നിസ്കരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന് പറയുന്നതാണ് പാസ്പോർട്ട്, അതുപോലെ ലൈസൻസ്. ഈ പാസ്പോർട്ടും ലൈസൻസും നിങ്ങൾക്ക് അറിയാം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് രണ്ട് ഉപജീവന മാർഗങ്ങൾ ആയിട്ടാണ് സാധാരണക്കാരന് യൂസ് ചെയ്യുന്നത്. കാരണം പാസ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ സ്ഥിരമായി ജീവിക്കുന്ന ഒരാൾക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവൻ ഡിപ്ലോമാറ്റ് ആയിരിക്കണം. നമ്മളൊക്കെ ഡിപ്ലോമാറ്റുകളാണോ? ബഹുഭൂരിഭാഗം ജനങ്ങളും ഡിപ്ലോമാറ്റുകളാണോ ഇന്ത്യയിൽ? അല്ലല്ലോ. സാധാരണക്കാരല്ലേ. അവരൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് ടൂറിസ്റ്റ് വിസ എടുക്കാനാണോ? അല്ലല്ലോ. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, സമ്പന്നനാവാനല്ല, ജീവിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്, തൻ്റെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയൊക്കെ ഉപേക്ഷിച്ച്, പ്രിയപ്പെട്ട കുടുംബത്തെ ഉപേക്ഷിച്ച് വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നവർ, അവരല്ലേ വിദേശികൾ. അപ്പോൾ അതിനൊക്കെ ഉള്ളതാണ് പാസ്പോർട്ട്. ലൈസൻസോ, നമ്മളൊക്കെ അവനാൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാറൊക്കെ ഓടിച്ചു പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. നമ്മൾ ഭൂരിഭാഗത്തിൻ്റെ കാര്യങ്ങളല്ലേ സംസാരിക്കേണ്ടത്. അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഉപജീവനത്തിന് അന്നം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓടുന്ന ലൈസൻസ്. ചിലപ്പോൾ ബൈക്കിൻ്റെ ആണെങ്കിൽ ബൈക്ക് അന്നം കണ്ടെത്താൻ വേണ്ടിയിട്ട് ജോലി സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്. കാരണം ബൈക്ക് ആഡംബര കാറല്ല, ആഡംബര വാഹനമല്ല. പിന്നെ ചിലപ്പോൾ ബസ്, ഹെവി വെഹിക്കിളൊക്കെ ഓടിച്ച് ഉപജീവനം കണ്ടെത്തുന്നവർ, അല്ലെങ്കിൽ റിക്ഷകൾ, ഓട്ടോറിക്ഷകൾ, അല്ലെങ്കിൽ റെൻറ്റ് വെഹിക്കിൾസ്, അങ്ങനെ ഓടിച്ച് യാത്രക്കാരെ, പാസഞ്ചർ വെഹിക്കിളുകളൊക്കെ ഓടിച്ച് പൈസ ഉണ്ടാക്കുന്നവരായിരിക്കും, ക്യാഷ് ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ പൂയി വാഴുന്ന രൂപത്തിലുള്ള വളരെ നിഷ്ഠൂരമായ വിധികളൊക്കെ വരുമ്പോൾ ഒക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.